പ്രായ വണ്ടി കേരള ഹെഡ്ലൈറ്റ് ഒക്കെ മറ്റേ DRലൊക്കെ വരുന്ന ടൈപ്പ് പ്രോജക്റ്റഡ് ഹെഡ് ലാമ്പ് KL52 കേരള നമ്പർ ആയിട്ടുണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ 8.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കി കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 8.5 ലക്ഷം രൂപ. ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു കൊടുത്താ ഓൾറൗണ്ട് ലുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. 2017 മോഡൽ 17 സിംഗിൾ രജിസ്ട്രേഷൻ ആണ്. കേരള NOC എടുത്ത് കൊടുക്കൂലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. നമ്പർ കാണിച്ചു കൊടുക്കും. 2 ലക്ഷം രൂപയെങ്കിലും മുടക്കിണ്ടാവും. 555 എന്നുള്ള നമ്പർ. വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ? വണ്ടി അടിപൊളി കണ്ടീഷൻ. പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് 50,000 രൂപ ആൾട്ടോ കൊടുക്കുന്നത്. മലയിൽ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പുള്ള വൺ ഡ്രൈവ് കാർസിലാണ്. ഇവിടെ ടയോട്ടൻ്റെ ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ തുടങ്ങിയ വാഹനങ്ങൾ, പ്രീമിയം വണ്ടികൾ, ചെറുവണ്ടികളൊക്കെ അവൈലബിൾ ആണ്. ചെറുവണ്ടികളുടെ ഒരു വീഡിയോ ഇതിൻ്റെ മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരത് കാണുക. ചെറിയ ബഡ്ജറ്റിലാണ് ചെറുവണ്ടികളെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇന്നോവ, ഫോർച്യൂണർ, ക്രിസ്റ്റ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. കാരണം നല്ല വണ്ടികൾ നമ്മൾ നോക്കിയിടത്തോളം നല്ല വണ്ടികൾ നല്ല പ്രൈസിൽ, അടിപൊളി പ്രൈസിലാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ കൂടുതൽ തള്ളി മറിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടിട്ട് കമൻറ്റ് രേഖപ്പെടുത്തുക. എങ്ങനെയുണ്ട് വണ്ടികൾ, റേറ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഒരുപാട് തള്ളി മറിക്കാതെ നേരെ വീഡിയോയിലേക്കാണ് പോവാം. നമുക്ക് ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് ഫൈസൽ ബ്രോ ആണ്. ബ്രോ, മലയിൽ മീഡിയയിലേക്ക് സ്വാഗതം. എന്ത് സിനിമ സ്റ്റൈലിലൊക്കെ ആയിട്ടുണ്ടല്ല, മഴയൊക്കെ പോയി വെയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് എന്ത് ഗ്യാരണ്ടിയിൽ നമ്മളെ ഈ വാഹനങ്ങൾ നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റും? ഒരു എവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണമെങ്കിൽ വിളിക്ക് ചെക്ക് ചെയ്യാം. അതാത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അതിനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കും. എത്ര കിലോമീറ്റർ ഓടിയാലും കുഴപ്പമില്ല, കേരളത്തിൽ എവിടെ ഓടിയാലും കുഴപ്പമില്ല, എണ്ണ അടിക്കണം, അത്രേ ഉള്ളൂ. കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തിയിട്ട് എടുക്കാം. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പ്രൈസ് ഒക്കെ ഒരു മര്യാദ പ്രൈസാണ്. ഇപ്പൊ നിങ്ങൾ വീഡിയോ ചെയ്തു ഒരു 4-5 വണ്ടി ഇപ്പൊ ഈ മാസം പോയിട്ടുണ്ട്. അപ്പൊ പ്രൈസിലൊന്നും അപമര്യാദ ഉണ്ടാവില്ല എന്നാണ് ഫൈസൽ ബ്രോ ഉറപ്പ് വരുന്നത്. നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവിടെ കയറിയുള്ള വണ്ടികൾ ആക്സിഡന്റ്, റീപ്ലേസ്മെന്റ് അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഫ്ലഡ്, ടോട്ടൽ ലോസ്? റീപ്ലേസ്മെന്റ് ഇപ്പൊ ഇന്നോവക്ക് ഇപ്പൊ 2-3 വണ്ടിക്കൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ട്. ടോട്ടൽ ലോസ് വണ്ടികൾ നമ്മളെ എടുത്തില്ല. റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ഗ്യാരണ്ടിയും കൊടുക്കും. മേജർ ആണോ അതോ മൈനർ ആണോ? മൈനർ. പിന്നെ ഗ്ലാസുകൾ മാത്രമേ ഉള്ളൂ. ഗ്ലാസുകൾ, ബോണറ്റും ഡിക്കി, ഗ്ലാസ്, ഡോറ് ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ലാത്ത വണ്ടികളാണ് കൊടുത്തോണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ വിശേഷങ്ങൾ, നമ്മളെ വർത്താനം വിശേഷമൊക്കെ പറഞ്ഞാൽ അവര് നേരെ പോയി. അതുകൊണ്ട് നേരെ വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്കാണ് കിടക്കാം. കമോൺ ഗൈസ്. ഫൈസൽ ബ്രോ, നമുക്ക് ഇവിടെ ഒരു ആനക്കുട്ടിനെ ആദ്യം കാണിച്ചു കൊടുക്കാം. 4x4 മാനുവല് 2012 മോഡൽ. ഇതിന്റെ മുഖമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്താ ഭംഗി കാണാൻ. നമ്പർ കാണിച്ചു കൊടുക്കാം. നമ്പർ കാണിച്ചു കൊടുക്കുക. 2 ലക്ഷം രൂപയെങ്കിലും മുടക്കിണ്ടാവും. 555 എന്നുള്ള നമ്പർ. വണ്ടി എങ്ങനെയുണ്ട് കണ്ടീഷൻ? വണ്ടി അടിപൊളി കണ്ടീഷൻ. എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ കയറ്റിയിട്ടുണ്ട്? 2 ലക്ഷം രൂപന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒരുപാട് കയറ്റിയിട്ടുണ്ട്. സസ്പെൻഷനൊക്കെ നല്ല പുതിയ മോഡൽ ആക്കിയിട്ടുണ്ട്. അതെ. പിന്നെ ടയറൊക്കെ ഒരു 70-80% ഉണ്ട്. റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലാത്ത വണ്ടിയാണ്. വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ഒക്കെ പക്ക വർക്കിംഗ് കണ്ടീഷൻ ആണെന്നാണ് പറഞ്ഞത്. ബോഡി ഭാഗങ്ങളൊക്കെ കാണാൻ കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊക്കെ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കുക. ഇന്റീരിയർ നോക്കിയാലും ഡാഷ് ക്യാം, അതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എണ്ണി പറയാൻ എല്ലാ ആംബിയൻ ലൈറ്റുകൾ, സീറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂഫ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കി അടിപൊളിയാണ് വണ്ടി അല്ലേ? ഇനി വന്ന് കണ്ട് ഷോറൂമിലൊക്കെ കൊണ്ടുപോയി, വർക്ക്ഷോപ്പിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നോക്കിയിട്ട് എടുക്കാം. നമുക്ക് 12 മോഡൽ 4x4 ഇത്രയും എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്തില്ല ഒരു അടിപൊളി വണ്ടിക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനല് 10,90,000 രൂപ കൊടുക്കാം. 10,90,000 രൂപയ്ക്ക്. നമ്പർ ആക്കേണ്ട ആവശ്യമില്ല, ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇത് നല്ലൊരു പ്രൈസ് ആണ്. ഈ 10,90,000 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ? കച്ചവടല്ലേ, എന്തെങ്കിലും കുറച്ച് കൊടുക്കണം, മാന്യമായ രീതിയിൽ കുറച്ച് കൊടുക്കണം. ലോൺ കിട്ടും ഇതിന്? ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു 6-7 ലക്ഷം രൂപ ലോൺ കിട്ടും. 7 ലക്ഷം രൂപ. 12 അല്ലേ മോഡല്? പ്രീമിയം കാറൊക്കെ ഒരു 14 മുതൽ ശരിക്കും ലോൺ കിട്ടുള്ളൂ. പിന്നെ ഇയർ കുറയും, അപ്പൊ നല്ല അടവ് വരും. അപ്പൊ താല്പര്യമുള്ളവർ വന്നോളി. നല്ലൊരു വണ്ടി കേട്ടോ, ഒരു അടിപൊളി വണ്ടി. അതേപോലെ തന്നെ ഒരു അടിപൊളി വണ്ടി ഇതാ കിടക്കുന്ന ഒരു റെഡ് ടൂറിംഗ് സ്പോട്ട്. ഇതേ മോഡലും കിലോമീറ്റർ 2017 മോഡല് 17 സിംഗിൾ രജിസ്ട്രേഷൻ ആണ്. കേരള NOC എടുത്ത് കൊടുക്കൂലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഈ ടൂറിംഗ് സ്പോട്ടിന് ഇവിടെ കുറെ ബീഡിങ്ങുകൾ വരുമല്ലോ, അതെന്തത്? അതെ, ഇത് എന്താ സംഭവിച്ചാല് പുറത്തുനിന്ന് വന്ന വണ്ടിയല്ലേ, അപ്പൊ പെയിന്റും സ്ക്രാച്ചുകളൊക്കെ മസ്റ്റ് ആയിട്ട് എല്ലാ സ്ക്രാച്ചും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി, അല്ലാതെ മേജർ ഒന്നുമില്ല. പിന്നെ സിംഗിൾ ഓണർ യൂസ് ചെയ്ത വണ്ടിയാണല്ലോ. ആകെ 73,000 ഓടിയിട്ടുള്ളൂ. 73,000 ഓടിയിട്ടുള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. 70 ജെനുവിൻ ആണോ?
ജെനുവിൻ ആണ്. അല്ല തിരിച്ചൊന്നുമല്ലല്ലോ. ഇല്ല ഹിസ്റ്ററി 45,000 ആണ് ലാസ്റ്റ് ഹിസ്റ്ററി ഉള്ളത്. അതായത് 75,000 വരെ ഓടിയിട്ടുണ്ട് 2022. 22 കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ടയർ ഒരു 60%. ഞാൻ കണ്ണട വെച്ചിട്ടാണോ? ആ പുതിയ ടയറാണ്. അതെ, 50-60 ഒന്നുമല്ല, പുതിയ ടയർ ഒന്ന് കാണിച്ചു കൊടുത്താ. പുത്തൻ ടയറാണ്. പിന്നെ ബാക്കി ബോഡി കാര്യങ്ങളൊക്കെ നീറ്റ് അടിപൊളിയാണ്. കീലെസ് എൻട്രി. ഇത് സെഡ് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ. ഇന്റീരിയർ ഒക്കെ പക്കയാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ബാക്കി ഇനി എഞ്ചിനും കാര്യങ്ങളൊക്കെ മെക്കാനിക്കലൊക്കെ എങ്ങനെയുണ്ട്? ഒക്കെ ഫിറ്റ് ആണ്. ഇനി എടുക്കുന്നവര് 73,712 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, സെറ്റ് ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. സെഡ് ഓട്ടോമാറ്റിക് ടൂറിംഗ് സ്പോട്ട്, ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇപ്പൊ കമ്പനിയിൽ ഇറങ്ങണില്ല. എത്ര പ്രൈസിന് നമ്മൾ പ്രേക്ഷകർക്ക് ഈ വാഹനം കൊടുക്കാം? നമുക്ക് അവരുടെ പേരിൽ NOC എടുത്തിട്ട് 15,60,000 രൂപ കൊടുക്കാം. എന്താ ഒരു പറച്ചിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത? കുറച്ച് കൊടുക്കൂലേ? എന്തെങ്കിലും കമ്മിയാക്കാം. 15,60,000 രൂപക്ക് സെഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ ടൂറിംഗ് സ്പോട്ട്, കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ആണ്. നമ്മള് മാക്സിമം ലോൺ, പിന്നെ കച്ചവടല്ലേ, ഒരു അഡ്ജസ്റ്റ് ചെയ്ത് തരും. മാക്സിമം ലോണും തരും. ഓക്കെ. അപ്പൊ അടുത്ത് വേറൊരു പുലിക്കുട്ടി, ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നോക്കുന്നവർക്ക് കുഴപ്പമില്ലാത്തൊരു വണ്ടി, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എഞ്ചിനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ചെറിയ റേറ്റിന് നമ്മൾ കൊടുക്കണം കേട്ടോ. ചെറിയ റേറ്റിന്. മോഡല് കിലോമീറ്റർ 2013 മോഡല്, നമ്പർ ആയ വണ്ടി. ഹെഡ്ലൈറ്റ് ഒക്കെ മറ്റേ DRലൊക്കെ വരുന്ന ടൈപ്പ് പ്രോജക്റ്റഡ് ഹെഡ് ലാമ്പ്. KL 52 കേരള നമ്പർ ആയിട്ടുണ്ട്. ബമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്തതാണ്. മോഡല് കിലോമീറ്റർ 1,51,000 കിലോമീറ്റർ. 1,51 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവൂലേ? ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. 1,45,000 വരെ ഹിസ്റ്ററി ഉണ്ട്. എത്ര ഓണർ ആയിട്ടുണ്ട്? 4 ഓണർഷിപ്പ്. 4ാമത്തെ ഓണറാണ്. അപ്പൊ ഓണർ കൂടിയതുകൊണ്ട് നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം. റേറ്റ് കമ്മിയിലാണ് ഇട്ടിക്കണ ആദ്യം തന്നെ. അതെ. പിന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒക്കെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ പറഞ്ഞാണോ അത് വർക്ക്ഷോപ്പിലും ഷോറൂമിലൊക്കെ കൊണ്ടുപോയാൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ? ഇല്ല, ഒരു കസ്റ്റമർ വന്നിട്ട് ഫുള്ള് ചെക്ക് ചെയ്തോട്ടെ. മെക്കാനിക്കൽ ഇഷ്യൂസ് ഒക്കെ ചെക്ക് ചെയ്തോട്ടെ. ഇപ്പൊ 2013 4x2 ഓട്ടോമാറ്റിക് വണ്ടി. കേരള നമ്പർ ആയിട്ടുണ്ട്. നമ്പർ ആവുന്നതിന് ഒരു 1,80 85 ആയിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഈ ഒരു നിലക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് എത്ര കൊടുക്കാൻ പറ്റും? 11,80,000 രൂപ കൊടുക്കാം. 11,80,000 രൂപ. വലിയ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. 2013 ലോൺ വേണ്ടവർക്ക് 10 ലക്ഷം വരെ ലോൺ കൊടുക്കാം. അപ്പൊ ഒരു 1,80 കാണുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കൂലേ? ചെറിയൊരു ഒരു 1,80 കാണുകയാണെങ്കിൽ ഒരു അടിപൊളി ഫോർച്യൂണർ ഇറക്കാം. ഇവിടെ ഒരു നമ്മൾ കാണിച്ചാൻ തോന്നുന്നു ഒരു ബെൻസ്, മെഴ്സഡീസ് ബെൻസ്. എത്ര ഇതിന്റെ മോഡൽ? 2012 സിംഗിൾ ഓണർ വണ്ടി. 24,000 ആകെ ഓടിയിട്ടുള്ളൂ. CH. അപ്പൊ ചണ്ഡീഗഡ് വണ്ടി. എന്താ ഇതിന്റെ മോഡൽ, കിലോമീറ്റർ, ഓണർ, വണ്ടിന്റെ അവസ്ഥ ഏതൊക്കെ എന്താണ്? 1,24,000 ഓടിയിട്ടുള്ളൂ. 1,24,000 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണോ? അതെ. സിംഗിൾ ഓണർ. ഈ 1,24,000 ജെനുവിൻ ആണോ? കാരണം പുറത്തുനിന്ന് വരുന്ന ബെൻസ് ഒക്കെ ലോ ക്വാളിറ്റി ആയിരിക്കും. അതെ. അപ്പൊ ക്വാളിറ്റി ഭയങ്കര മോശമായിരിക്കും. അപ്പൊ എങ്ങനെയുണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ? അടിപൊളി ക്വാളിറ്റി. അതിന്റെ ഇന്റീരിയർ ഒക്കെ നോക്കി. ഇന്റീരിയർ ഒന്ന് കാണിച്ചു കൊടുത്താ. ഓൾറൗണ്ട് ലുക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് എടുക്കണം. കാരണം അത് മെഴ്സഡീസ് ബെൻസ് ആണ്. കാരണം ഇതിന്റെ പ്രൈസ് ആൾട്ടോന്റെ പ്രൈസ് ഒക്കെ ചോദിക്കുന്നുള്ളൂ തോന്നുന്നു അല്ലേ? വെറും 6,90,000 രൂപ. അപ്പൊ ഒരു സെക്കൻഡ് ഹാൻഡ് സ്വിഫ്റ്റിന്റെ പ്രൈസ് 6,90,000 രൂപ. വണ്ടി പക്കയാണെന്നാണോ പറഞ്ഞത്? വണ്ടി പക്കയാണ്. അത് ഗ്യാരണ്ടി കൊടുക്കും. ഒരു മെക്കാനിക്കൽ ഇഷ്യൂ, ഒരു പണിയോ, എന്തെങ്കിലും വർക്ക് ചെയ്യാത്ത പാർട്സോ ഒന്നുമില്ല. എഞ്ചിൻ ഭാഗമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ ഒന്നുമില്ല. ബ്രേക്ക് പാഡ് അടക്കം പക്കയാണ്. ഒക്കെ പക്കയാണ്. അപ്പൊ 6,90,000 രൂപയ്ക്ക് NOC എടുത്തു കൊടുക്കും. മോഡല് 2012. ഓണർ ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 1,24. അപ്പൊ ഇങ്ങനത്തെ ഒരു വണ്ടി ഈ ഒരു പ്രൈസിൽ കിട്ടുമോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി. ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 6,90,000 രൂപ. പിന്നെ ഇത് കേരള നമ്പർ ആക്കി നിങ്ങൾ കൊടുക്കുമോ? ഇല്ല, നമ്പർ ആക്കില്ല. നമ്മൾ NOC എടുത്ത് അവരുടെ പേരിൽ NOC എടുത്ത് കൊടുക്കുള്ളൂ. അപ്പൊ എത്ര നമ്പർ ആക്കാൻ എമൗണ്ട് വരും? ഏകദേശം ഒരു 2 രൂപയോളം വരും. അത് അവര് കാണണം. എന്നാലും ഒരു 8-9 ലക്ഷം രൂപയുടെ ഉള്ളിൽ നല്ലൊരു. പിന്നെ അടുത്തൊരു ബലേനോ കാണുന്നുണ്ട്. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആൽഫ. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ ബലേനോ, പഴയ മോഡല്.
2018 നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി. ഡീസൽ മാരുതി ഇറക്കണില്ല, ഈ BS6 ഇറങ്ങിയ ശേഷം മാരുതി ഇറക്കുന്നില്ല. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെയാണ്. ഇതിന്റെ മോഡലും കിലോമീറ്റർ ഓണറൊക്കെ എത്രയാണ്? ഇത് 2018 മോഡല്. 2018 മോഡൽ. കിലോമീറ്ററോ? കിലോമീറ്റർ 1,02,000. 1,02,000. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ. 1,02,000. ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. അതിന്റെ ബാക്ക് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. ടയർ ഒരു 40-50% വരുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഭാഗങ്ങൾ റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അല്ല, റിവേഴ്സ് ക്യാമറ, ടച്ച് സ്ക്രീന്, ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീല് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇന്റീരിയറും വലിയ കുഴപ്പമൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല. പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തപ്പോ. പുതിയ സീറ്റ് കവർ ചെയ്താണ്. വണ്ടി പക്കയാണ്. അത് ഇനി വന്ന് നോക്കിയിട്ടല്ലേ വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവില്ല. 6 ലക്ഷം വരെ ലോണും കിട്ടുന്നുണ്ട്. 6 ലക്ഷം. അപ്പൊ എത്ര ഇതിന് ചോദിക്കുന്നത്? 6.5 ലക്ഷമാണ്. 6.5 ലക്ഷം. പിന്നെ മാറ്റി വരുത്തിയിട്ട് ചെയ്യാം. 6.5 ലക്ഷമാണ് ചോദിക്കുന്നത്. മാന്യമായ രീതിയിൽ കുറച്ച് തരുന്ന പറഞ്ഞു. അടുത്തത് ഒരു കൊറോള ആൾട്ടീസ്. ഇത് വെസ്റ്റ് ബംഗാൾ വണ്ടിയാണ്. നമ്പർ ആയിട്ടുണ്ടോ? NOC എടുത്തിട്ടുണ്ടോ? NOC പിന്നെ എടുക്കുന്ന പാർട്ടിന്റെ പേരിൽ നമ്മൾ എടുക്കാം. അതൊരു ഗുണമാണ്. എന്താന്ന് വെച്ചാല് നമ്മളിപ്പോ ഏത് ആർട്ട് ഓഫീസിലാണ് ഉള്ളത്, ആ ആർട്ട് ഓഫീസിലേക്ക് നമ്പർ ആക്കാം. ഇനി വേണ്ടവർക്ക് ഫാൻസി നമ്പർ. കൊറോള ആൾട്ടീസ് എന്ന് പറഞ്ഞാല് ടയോട്ടന്റെ ഒരു പ്രീമിയം വാഹനമാണ്. മോഡല്, കിലോമീറ്റർ, ഓണർ 2014 മോഡല്. കാണാനും നല്ല വൃത്തി തോന്നുന്നുണ്ട്. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചതാണോ? അല്ലല്ല, നമ്മള് കൊടുക്കുന്ന ഈ കണ്ടീഷൻ. 2014. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. കിലോമീറ്റർ വെറും 77,000 ഓടിയിട്ടുള്ളൂ. 77,000 ഓടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര കാണാൻ മൊഞ്ചൊക്കെ തോന്നുന്നത്. അലോയ് വീൽസ് വരുന്നുണ്ട്. ബോഡി ഭാഗങ്ങളൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. ടച്ച് സ്ക്രീന്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സീറ്റും കാര്യങ്ങളും വലിയ മുഷ്കിലൊന്നും. ചെയറാണ്. GL ഓപ്ഷൻ അല്ലേ? അപ്പൊ ഇലക്ട്രിക്കൽ ചെയറും കാര്യങ്ങളൊക്കെ. ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DRL വരുന്നുണ്ട്. കാണാൻ കുഴപ്പമൊന്നുമില്ല. ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ഈ വണ്ടിയൊക്കെ പുറത്തുനിന്ന് കിട്ടാൻ പ്രയാസമാണ്. കാരണം മര്യാദ മൈലേജ് ഉള്ള വണ്ടി. നല്ല മൈലേജ്. അപ്പൊ ഇത് നമ്മൾ പ്രേക്ഷകർക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ 8.5 ലക്ഷം രൂപക്ക് നമ്പർ ആക്കി കൊടുക്കും. നമ്പർ ആക്കിയിട്ട് 8.5 ലക്ഷം രൂപ. 2014 ന്യൂ ഷേപ്പിൽ NOC എടുത്ത് നമ്പർ ആക്കി. ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്തൊന്നും അല്ലല്ലോ. അന്ന് ന്യൂ ഷേപ്പ് ആയിട്ട് ഇറങ്ങിയ അതിന്റെ ബാക്ക് കാണിച്ചില്ലേ? അപ്പൊ 8.5 ലക്ഷം രൂപക്ക് കേരള നമ്പർ ആക്കിയിട്ട്, നമ്പർ ആക്കാൻ തന്നെ ഒരു 1.5 ലക്ഷം രൂപ, 1.60 ഒക്കെ വരും തോന്നുന്നു. നമ്പർ ആക്കിയിട്ട് 8.5 ലക്ഷം രൂപക്ക് കൊണ്ടുപോവാ. ലോൺ കിട്ടുമോ? ലോണും കിട്ടും. ഒരു 1 ലക്ഷം 2 ലക്ഷത്തിന് ഉള്ളിൽ കാണുകയാണെങ്കിൽ നല്ലൊരു അൾട്ടീസ് സ്വന്തമാക്കാം. പിന്നെ എടുക്കുന്നവരെല്ലാം കൊണ്ട് ചെക്ക് ചെയ്തോട്ടെ. പൈസയിൽ ഇവിടെ കുറച്ച് ഇന്നോവകളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. അല്ലെ, നമുക്ക് ഇത് എടുത്താലോ? കിയ എടുത്താലോ? മായ വരുന്നുണ്ട്. അതെ. ഇത് കിയ എങ്ങനെയാണ്? മോഡൽ, കിലോമീറ്റർ, പോണ്ടിച്ചേരി വണ്ടിയാണ്. 2021 വണ്ടിയാണ്. 2021 ഏറ്റവും ഫുൾ ഓപ്ഷൻ. സൺറൂഫും കാര്യങ്ങളും, എയർ വെന്റിലേഷൻ ഒക്കെ ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഡീസൽ ഓട്ടോമാറ്റിക്. അതെ. എന്തെങ്കിലും റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഒരു ഭാഗം റീപ്ലേസ് ഒന്നുമില്ല. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 94,000 ഓടിയ വണ്ടി. 94,000. സർവീസ് ഉണ്ടോ? ജെന്യുവൻ സർവീസ്. ടയറൊക്കെ പുതിയ ടയർ? ഒരു 80% ടയറും ഉണ്ട്. 4 ടയർ 80%. അതെ. കിലോമീറ്റർ 94,000. സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പുതിയ വണ്ടിക്ക് എങ്ങാണ്ട് 19.5 ഒക്കെ വരുന്നുണ്ടല്ലോ. ആ റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിന് നമുക്ക് എത്ര കൊടുക്കാം? നമുക്ക് ഫൈനൽ 10,85,000 രൂപ കൊടുക്കാം. 10,85,000. ലോൺ കിട്ടുമോ? ലോണും കിട്ടും. അപ്പൊ ഈ PY എന്ന് പറയുമ്പോ ഇവിടേക്ക് നമ്പർ ആക്കേണ്ടവർക്ക് ആക്കാം. അല്ലാതെ ഓടണീന് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല. ഈ പേര് തന്നെ ഓടണമെങ്കിൽ ഓടാം. പിന്നെ അവർക്ക് ലോൺ ചെയ്യാം. ഈ നമ്പർ തന്നെ ചെയ്യാം. ഈ നമ്പർ തന്നെ ലോണും ചെയ്യാം. ഈ നമ്പർ തന്നെ പേർക്ക് മാറ്റും ചെയ്യാം. കേരളത്തിൽ മാറ്റണമെങ്കിൽ 1 ലക്ഷം രൂപ, ഏകദേശം 1 ലക്ഷം രൂപ ചെലവ് വരും. ഒരുപാട് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടി ഉണ്ടല്ലോ. ഓട്ടോമാറ്റിക് സീറ്റ് വെന്റിലേഷൻ, അതേപോലെ എയർ പ്യൂരിഫയർ, 6 എയർ ബാഗ്. ഇതിൽ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട്. മൈലേജ് എത്ര കിട്ടും? എന്തായാലും 20ന്റെ മേലേക്ക് മൈലേജും കിട്ടും. 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടും. അപ്പൊ നല്ലൊരു വണ്ടി. മോഡൽ കൂടി വണ്ടി നോക്കുന്നവർക്ക് എത്ര പ്രൈസ് പറഞ്ഞു? 10,85,000. ഒരു 10 ലക്ഷം വരെ ലോണും കിട്ടും. അടുത്തത് ഒരു ഇന്നോവ. മോഡൽ 14 G4 വണ്ടി. എങ്ങനെയുണ്ട്? നല്ല ഹൈ ക്വാളിറ്റി വണ്ടി. 2014. ഏതാ? G4 ആണ്. കാണാൻ കുറച്ച് വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗോൾഡൻ കളർ നമ്പർ ആയ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ, ഓണർ ഇത് 4ാമത്തെ ഓണർഷിപ്പ് ആണ്. 1,70,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1,70,000. അത് ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടിയാണ്. അതെ. ഇന്റീരിയർ ഭാഗമൊക്കെ വരികയാണെങ്കിലും നല്ല ക്ലീൻ വണ്ടിയാണ്. ക്ലീൻ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8 സീറ്റർ ആണ് വരുന്നത്. പിന്നെ പുതിയ ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ വെച്ചിട്ടുണ്ട്.
ബാക്കി ഇന്റീരിയർ ഒന്നും വൃത്തികേടൊന്നും തോന്നുന്നില്ല. ഇനി എടുക്കുന്നവർ ഷോറൂമിലോ വർക്ക്ഷോപ്പിലോ എവിടെയും കൊണ്ട് ചെക്ക് ചെയ്തെടുക്കാം. എത്രയാണ് ഈ മുതലിന് ആസ്ക് ചെയ്യുന്നത്? നമ്മള് വെറും 7,70,000 ചോദിക്കണുള്ളൂ. വെറും 7,70,000. വെറും വേണ്ട, 7,77,000 കൊടുക്കാം. ലോൺ കിട്ടുമോ? ലോണ് ഒരു 6 ലക്ഷം വരെ 6.5 ലക്ഷം വരെ ലോൺ. അപ്പൊ ഒരു 1 ലക്ഷം രൂപ കാണുകയാണെങ്കിൽ വണ്ടി ഇറക്കാം. ഇനി ചെറുവണ്ടികളെ കുറച്ച് കാണുന്നുണ്ട്. ചെറുവണ്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണാത്തവര് അത് പറയാം. ഇനി ഉള്ളില് മഴ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിൽ തന്നെ കയറാം. ഒരു വൈറ്റ് ഇന്നോവ കാണുന്നുണ്ട്. ഇത് എത്രയാണ് മോഡല്? 2013 G3 മോഡൽ. G3 ഓപ്ഷനില് 2013 മോഡൽ. അതെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 2 ലക്ഷം ഓടിയിട്ടുണ്ട്. 2 ലക്ഷം. അത് ജെനുവിൻ ആണോ? ജെനുവിൻ സർവീസ്. ഈ G3 ഉം G4 ഉം തമ്മിൽ എന്താ വ്യത്യാസം? ചെറിയ പണ്ട് വരുന്നതായിരിക്കും. പണ്ട് വരുന്നത് ബാക്കിൽ വൈഫർ ഉണ്ടാവില്ല. പിന്നെ ചെറിയ മാറ്റങ്ങൾ. ചെറിയ മാറ്റങ്ങൾ. ടയർ കാര്യങ്ങളൊക്കെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. ഒരു 80% ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ്, മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. എത്ര ഓടിയെന്ന് പറഞ്ഞ്? 2 ലക്ഷം. ജെനുവിൻ ആണോ അതോ മറിച്ചിട്ട് 2 ലക്ഷം ആക്കിയതാണോ? ജെനുവിൻ സർവീസ് ആണ്. ഇന്റീരിയറും ഭാഗങ്ങളൊന്നും കുഴപ്പമില്ല. എത്രയാണ് ആസ്ക് ചെയ്യുന്ന പ്രൈസ്? ഇത് നമ്മൾ വെറും 5,80,000 രൂപ. 5,80,000 കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. 2013 മോഡൽ. ഓക്കെ. ഇനി ഇതാ നല്ലൊരു വൃത്തിയുള്ള മുഖമൊക്കെ നല്ലൊരു വൃത്തി ഉണ്ടല്ലോ കാണാൻ. 2016 ഇന്നോവ നിർത്തണ വർഷം. 16 മോഡൽ ലാസ്റ്റ് വൈറ്റ് കളറ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. MH രജിസ്ട്രേഷൻ ആണ്. കേരള നമ്പർ ആയിട്ടുണ്ടോ? നമ്പർ ആയിട്ടില്ല. വണ്ടി എങ്ങനെയുണ്ട്? നല്ല ഹൈ ക്വാളിറ്റി ആണ്. 2016. ഓണർ എത്രയാണ്? 4 5? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ്. ഉറപ്പന്നല്ലേ? ഇത് പറഞ്ഞിട്ട് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കില്ല. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 2,30,000. 2,30,000 ഓടിയിട്ടുണ്ട്. അപ്പൊ അത് ജെനുവിൻ ആയിരിക്കും. കാരണം തിരിച്ചതാണെങ്കിൽ 2,30,000 ആരും തിരിച്ചു വെക്കൂല. 1.60 1.80 ഒക്കെയാണ് തിരിച്ചു വെക്കുക. G മാനുവൽ. ഇന്റീരിയർ ഒക്കെ പക്കയാണ്. കാണാനൊന്നും വലിയ സ്ക്രാച്ചോ ഡെന്റോ അതുപോലെ തുരുമ്പോ കരിമ്പോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഗ്ലാസോ കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. അല്ലാതെ ഡോർ, ബോണറ്റ്, ഹെഡ്ലൈറ്റ്, ബമ്പർ ഒന്നും മാറാത്ത വണ്ടിയാണ്. ഗ്ലാസ് മാറിയിട്ടില്ല. മറ്റേ വണ്ടിന്റെ ഓർമ്മയിൽ പറഞ്ഞതാ. മറ്റേ വണ്ടിന്റെ ഓർമ്മയിൽ പറഞ്ഞാണ്. ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഒരു ഗ്ലാസ് പോലും മാറാത്ത 2016 ഇന്നോവ നിർത്തുന്ന സമയത്തുള്ള G4 മാനുവൽ. നമ്പർ ആയിട്ടില്ല. NOC അവരുടെ പേരിൽ എടുത്തു കൊടുക്കും. 7,40,000 രൂപ. NOC ഫസ്റ്റ് ഓണർഷിപ്പ് ആണ് ഇപ്പോൾ ഉള്ളത്. NOC 7,40,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ചെറുതായിട്ടൊക്കെ നല്ലൊരു പ്രൈസ് ആണ്. കാരണം 2016 മോഡലാണ്. അപ്പൊ നമ്പർ ആക്കാൻ എത്ര ചെലവ് വരും? ഏകദേശം 1 ലക്ഷം ചെലവ് വരും. അപ്പൊ നമ്മൾ RT ഓഫീസിലേക്ക് ഫാൻസി നമ്പറിലേക്കൊക്കെ നമ്പർ ആക്കാം. 1 ലക്ഷം രൂപയോളം അതിനും ചെലവ് വരും. എന്നാലും ഒരു 840 830 ആ ലെവലില് ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഇന്നോവ സ്വന്തമാണ്. പിന്നെ ഇനി നമുക്ക് ചെറുവണ്ടികളൊക്കെ നമ്മൾ കാണിച്ചതാണ്. വേറെ ഇനി അവിടെ അൾട്ടോ ഉണ്ട്. ഇവിടെ കുറെ 2018 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഓട്ടോമാറ്റിക് വണ്ടി എത്ര കൊടുക്കുക? നമുക്ക് 3,18 ഓട്ടോമാറ്റിക് 3,30,000 രൂപ കൊടുക്കാം. 37,000 രൂപ. 2015 എറ്റിയോസ് ലീവ 3,50,000 രൂപ കൊടുക്കും. 3,50,000 15. പൊട്ട വണ്ടിയൊന്നും അല്ലല്ലോ. നല്ല വണ്ടി. 2018 ആണ്. 2,70,000 രൂപ കൊടുക്കാം. പിന്നെ ആൾട്ടോ 2017. പിന്നെ ഇത് ഒരു സാധനം ഉണ്ട്, അത് പറയണ്ട. 2,60,000. വേണ്ടവര് വേണ്ടവര് വിളിച്ചാൽ മതി. അതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി എന്തോ ഒരു ചെണ്ട വണ്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? ചെണ്ടല്ല, ചെറിയ വിലക്ക് ഒരു കാറ്. അതെ, പഠിത്തക്കാർക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. മാരുതി 800 ഒന്നും അല്ല കേട്ടോ, ആൾട്ടോ. 2000 ഈ വർഷം ലാസ്റ്റ് പേപ്പർ തീരും കേട്ടോ. അപ്പൊ 2005 മോഡല്. 2005. അപ്പൊ ആൾട്ടോ ഇറങ്ങുന്ന സമയത്തുള്ള വണ്ടി. ഇത് നമുക്കൊരു അടിപൊളി റേറ്റിന് കൊടുക്കാട്ടോ. നിങ്ങൾ പറഞ്ഞോളി, റേറ്റിന് കൊടുക്കാം. ഒരു 75 രൂപ. അത്രയൊന്നും വേണ്ട. അത്രയും വേണ്ട. എന്നാ ഒരു 65. നിങ്ങളേ ഒരു 50 രൂപയ്ക്ക് നിങ്ങളെ കസ്റ്റമർ കൊണ്ടുപോയിക്കോട്ടെ. 50 രൂപ. ഒരു 50,000 രൂപയ്ക്ക് ആൾട്ടോ. അപ്പൊ അത്ര ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും. എടുത്ത് പഠിക്കാനുള്ള ആവശ്യക്കാർക്കൊക്കെ ആ ഒരു പർപ്പസിന് ഉപയോഗിക്കാം. എന്നാലും ഓടൂല, റോട്ടിൽ കൂടെ ഓടൂല. വണ്ടി കെട്ടി വലിക്കേണ്ട അവന്റെ ആവശ്യമൊന്നുമില്ല. പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടാണ് 50,000 രൂപയ്ക്ക് ആൾട്ടോ കൊടുക്കുന്നത്. ഈ ഷോറൂമിൽ കിടക്കുന്ന ഏത് തരം വണ്ടികളാണെങ്കിലും വേണ്ടവരെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വണ്ടികളായിക്കോട്ടെ ചെറിയ വണ്ടികളായിക്കോട്ടെ
ഇനി ഇവിടെ ഇല്ലാത്ത വണ്ടികൾ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനും പറ്റും. പ്രൈസിന്റെ കാര്യമാണ്, മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം, പറ്റുന്ന രീതിയിലൊക്കെ ഡിസ്കൗണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയിൽ മീഡിയയിൽ നിന്ന് പ്രേക്ഷകർ വരും, കോൾ ചെയ്യും, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യണം. പിന്നെ എവിടെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതും അവർക്ക് ആവശ്യപ്പെട്ട എവിടെ പോയി ചെക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. നമ്മളെ ഫൈസൽ ബ്രോനെ കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ ചെറിയൊരു എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഏത് തരത്തിലുള്ള വണ്ടി വേണമെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.